പ്രിയമുള്ള നിങ്ങളോട് മറ്റൊരു മനോഹരമായ പാറയെക്കുറിച്ച്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ ശ്രേഷ്ഠമായ ഒരു പാറയെക്കുറിച്ച്, വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്ന അതിമനോഹരമായ ഒരു പാറയെക്കുറിച്ച് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, പാറ എന്ന് ഈ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 143 പ്രാവശ്യം പാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൽ 140 പ്രാവശ്യത്തെ കാര്യവും ഞാൻ അങ്ങ് വിട്ടിട്ട്, കാരണം അതും കൂടി പറയണമെങ്കിൽ 109 പാറയിൽ ഇനി 100 ദിവസം കൂടി സുവിശേഷ യോഗം നടത്തേണ്ട വരുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പകരം 3 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുവിനെ, 3 പ്രാവശ്യം ആയിരിക്കത്തില്ല, 3 സന്ദർഭങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പാറ എന്ന് ഉപമിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാമുഖമായിട്ടൊരു വേദഭാഗം വായിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 26-ന്റെ 3-4 വാക്യങ്ങൾ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി. ആമേൻ. യഹോവയാം യാഹിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി. അപ്പൊ ഞാൻ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിൽ 143 പ്രാവശ്യം പാറ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 1 പ്രാവശ്യം പറഞ്ഞിരിക്കുക, യഹോവയായ ദൈവത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ശാശ്വതമായ ഒരു പാറ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ശാശ്വതമായ പാറ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ശാശ്വതമായ പാറയിൽ നിങ്ങൾ ആശ്രയിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അറിവിനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഈ വാക്കിനെ ഒന്ന് തിരിച്ചിങ്ങനെ പറയട്ടെ. നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന, നമുക്ക് ധൈര്യമായിട്ട് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു പാറയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ, പഴയ നിയമ സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ പറയുകയാണ്, യഹോവയായ ദൈവത്തിൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് എന്ത് ചെയ്യാം? ആശ്രയിക്കാം. ഈ നാളുകളിൽ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പത്രങ്ങളൊന്നും അധികം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. മൊബൈൽ ഫോണിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വാർത്തകൾ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് അനുനിമിഷം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത ദുബായിലാണെങ്കിൽ നടന്നതെങ്കിലും ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മുടെ കണ്ണിൻ മുമ്പിൽ ആ സംഭവങ്ങളൊക്കെ കാണുവാൻ തക്കവണ്ണം ഈ മൊബൈൽ ഫോണും ഇതിനകത്തുള്ള വാർത്തകളൊക്കെ നമുക്ക് അത്രയും സുപരിചിതമാണ്. എന്നാൽ വേദനിപ്പിക്കുന്ന അനേക വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ ഫോണിലൂടെ നമ്മൾ കേൾക്കുന്നില്ലേ? പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നില്ലേ? ഞാന് ഈ കഴിഞ്ഞ ഒരു വർഷം, 1-2 വർഷം ഈ ദേശത്ത് നടന്ന ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. നമുക്കറിയാം, വളരെ വിദ്യാസമ്പന്നരായ വ്യക്തികൾ കൊലപാതകികളായിട്ട് ഈ ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന്, ഈ രാജ്യത്ത് നിന്ന് അനേകർ പിടിക്കപ്പെട്ടു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി വിദ്യാസമ്പന്നരായ യുവതലമുറ നാശത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയും നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില അന്ധവിശ്വാസങ്ങളുടെ, ഞാൻ ആ വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നതിന്റെ കാരണം ഒരു കാരണവശാലും അനുകരിക്കാൻ കൊള്ളാകാത്ത ഒരു അന്ധവിശ്വാസമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുക. എന്താ സംഭവിച്ചത്? പൈശാചിക സേവയുടെ പേരിൽ 3 വ്യക്തികൾ വിദ്യാസമ്പന്നരാ, അവര് മറ്റൊരു സംസ്ഥാനത്ത് പോയി അവരുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത വാർത്ത കേൾക്കാത്തവരാരും
എൻ്റെ സഹോദരങ്ങളായിട്ട് ഇന്ന് എൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിളാണ്. കേരളത്തിൽ 2023 എത്ര ആത്മഹത്യ നടന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 24 തുടങ്ങിയിട്ടേ ഉള്ളൂ. 2023 റെക്കോർഡ് ചെയ്യപ്പെട്ട ആത്മഹത്യകളുടെ എണ്ണം ഏകദേശം 10,000 ആത്മഹത്യകളാണ്. 10,000 എന്ന് പറഞ്ഞാൽ 10,000+. അത്രയും ആത്മഹത്യകളാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം നടന്നത്. കൊലപാതകങ്ങൾ ഏകദേശം 1000-ന് താഴെ കൊലപാതകങ്ങൾ കേരളത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. തീർന്നില്ല, ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം 13,000 കുട്ടികളാ. എന്ത് ചെയ്തിട്ടാ? 13,000 കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സാണെന്ന് അറിയാമോ? 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെട്ട ചിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏകദേശം 13,000-ഓളം കുഞ്ഞുങ്ങൾ. തീർന്നില്ല, മറ്റു ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഡ്രഗ്സ്, ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. സൂയിസൈഡ് ചെയ്ത കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് 13,000. ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുടെ എണ്ണം അത് 2023 ഇല്ല. എന്നാൽ 2022 മയക്കുമരുന്നിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളുടെ എണ്ണം കേരളത്തിലാണ് 27,000 ആളുകളാണ്. അതിശയം തോന്നുന്നുണ്ടോ? നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എന്തിനാ ഈ യഹോവയാം യാഹിൽ ശാശ്വതമായ പാറ? എന്താ വായിച്ചത്? യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പിൻ എന്ന് ഞാൻ ഇത് വായിച്ചതിന് ശേഷം ഈ വാക്യങ്ങൾ, ഈ കണക്ക് നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യനെ എങ്ങനെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, ഏത് രീതിയിലും ദൈവവചനം കേൾക്കാതിരിക്കുവാൻ, ഏത് രീതിയിലും ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുവാൻ, ഏത് രീതിയിലും ദൈവമുഖത്തേക്ക് നോക്കാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണെന്നറിയാമോ ശത്രുവായ പിശാച് ഈ ദൈവത്തിനെതിരെ എതിർ ചെയ്യുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേര് ശത്രുവായ പിശാച്. പിശാച് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് ചെയ്യുന്ന തന്ത്രങ്ങളിൽ പെട്ടതാ ഏത് രീതിയിലും ദൈവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ, സമൂഹത്തെ, ജനങ്ങളെ അകറ്റുക എന്നുള്ളത്. മനുഷ്യന് സമയമില്ല, ഒന്നിനും സമയമില്ലാതെ ഇപ്പൊ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഒന്ന് നോക്കിക്കേ, പലരെയും വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാക്ക് എന്താണെന്നറിയാമോ? എനിക്ക് സമയമില്ല. ഫോൺ എടുത്താൽ മിക്കരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് പോലും എന്താണെന്നറിയാവോ? ബിസി ബിസി. ഇപ്പം വിളിക്കരുത്. മനുഷ്യരെല്ലാരും എന്താ? തിരക്കില്ല. എന്തിനുള്ള തിരക്കാ? തിരക്ക് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ആശ്രയം മറ്റു പലതിലേക്കും പോകുമ്പോൾ അവർ പല മനുഷ്യ ജീവനുകളും അവരുടെ ആശ്രയം അവരുടെ ജോലിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഓരോ ദിവസവും ഈ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് ഒന്ന് പ്രൊമോഷൻ കിട്ടണം. ഞാന് രാവും പകലും അധ്വാനിച്ചാലേ എനിക്ക് അടുത്ത ജോലിയിലേക്ക് പ്രവേശനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? പല കുടുംബ ജീവിതങ്ങളും തകർന്നുകൊണ്ടിരിക്കുക. രാത്രിയും പകലുമില്ലാതെ ജോലി, സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ജോലി, വീട്ടിൽ വന്നാലും വീട്ടിലെ കാര്യം പോലും നോക്കാൻ കഴിയാതെ മനുഷ്യൻ ജോലിയാ. പണത്തോടുള്ള ആ ആഗ്രഹത്തിൽ
പണം കിട്ടിയാൽ, പണം സമ്പാദിച്ചാൽ എനിക്ക് എന്തും നേടാമെന്ന് ചിന്തിച്ച് പണത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യജീവനുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റു പലതിലേക്കും മനുഷ്യന്റെ ആശ്രയം പോകുമ്പോൾ തകരുന്നത് എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? തകരുന്നത് മനുഷ്യ ജീവിതങ്ങളാ, കുടുംബങ്ങളാ, കുടുംബത്തിലെ സന്തോഷമാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു പാറയുണ്ടെങ്കിൽ, അഭയം തേടുവാൻ കൊള്ളാകുന്ന ഒരു അഭയസ്ഥാനം ഉണ്ടെങ്കിൽ, ആ അഭയസ്ഥാനത്തിന്റെ പേരാണ് യഹോവയായ യാഹ്. എന്തുകൊണ്ടാണ് യഹോവയായ യാഹിനെ ശാശ്വതമായ പാറ എന്ന് പറയുന്നത്? നമുക്ക് മറ്റൊരു വേദഭാഗം നമുക്ക് നോക്കാം. എൻ്റെ മുമ്പിലെ സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് മാറ്റി വെക്കുകയാണ്. 40-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. മതി അച്ഛാ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ് ഞാൻ വായിച്ചത്. വാക്യം എങ്ങനെയാ? ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമായിരിക്കും. തുടക്കം ഇങ്ങനെയാ: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ നിലവിളി കേട്ടു. കേട്ടിട്ട് എന്താ ചെയ്തത്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയെ ഈ വേദഭാഗത്തേക്ക് ഒന്ന് തിരിക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ: യഹോവയ്ക്കായിട്ട് കാത്തിരുന്നു എന്ന് പറയുന്ന ഈ വ്യക്തി എവിടെയാ കാത്തിരിക്കുന്നത്? യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നു ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആ വ്യക്തി എവിടെയാ കാത്തിരിക്കുന്നത്? മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും. യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങള്, ആ വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാ കാത്തിരിക്കുന്നത്. എന്താ കാത്തിരിക്കാൻ കാരണം? ഞാൻ നിൽക്കുന്നത് നാശകരമായ കുഴിയില, എന്റെ കാൽ ഉറയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത് കുഴഞ്ഞ ചേറ്റില. ഞാനിത് വായിക്കാൻ കാരണം മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ ഇന്ന് ഇതാ. ഓരോ ദിവസവും എത്ര കൈയും കാലും ഇട്ടടിച്ചാലും, എത്ര പരിശ്രമിച്ചാലും മനുഷ്യൻ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എത്ര കുടുംബങ്ങളാണെന്നറിയാമോ അസമാധാനത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നത്? എത്ര വ്യക്തികളാണെന്നറിയാമോ നിരാശയുടെ കുഴഞ്ഞ ചേറ്റിൽ താണ് കിടന്നുകൊണ്ടിരിക്കുന്നത്? മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ മറന്നുപോയ മക്കൾ, അല്ല, സ്വന്തം മക്കളെ സ്നേഹിക്കുവാൻ മറന്നുപോയ മാതാപിതാക്കൾ, കുടുംബത്തിന്റെ കണ്ണുനീർ കാഴ്ചകളല്ലേ? പ്രിയമുള്ളവരെ, സമൂഹത്തെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിനൊരു മാറ്റം വരണമെങ്കിൽ, ഈ കുഴിയിൽ നിന്ന് അവനെ കയറ്റുവാൻ കഴിവുള്ള വ്യക്തിയിലേക്ക് അവന്റെ ശ്രദ്ധയൊന്ന് തിരിക്കണം. ഈ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്: ഞാന് ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? നിലവിളിച്ചു. എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട് നിലവിളിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ നാളുകൾ നിലവിളിക്കേണ്ട നാളുകളാ. ഈ നാളുകൾ പ്രാർത്ഥിക്കേണ്ട നാളുകളാ. ഈ നാളുകൾ കരകയറേണ്ട നാളുകളാ. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ക്രൂശമെടുത്തുകൊണ്ട് കർത്താവിനെ ആ ഗോൽഗോഥ മലയിലേക്ക് കർത്താവ് നടന്നു നീങ്ങുമ്പോൾ ചുറ്റും ഒരു സമൂഹം വിലപിച്ചുകൊണ്ട് കർത്താവിന്റെ ചുറ്റും നിൽക്കുകയാണ്. ആ സമൂഹത്തെ നോക്കി കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്: യെരൂശലേം പുത്രിമാരെ, നിങ്ങള് എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ പുത്രിമാരെയും ചൊല്ലി കരടി. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മള് ഈ രീതിയിലൊക്കെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ, പോകുന്നിടത്തോളം പോകട്ടെ എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുമ്പോൾ
നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതങ്ങളാണ്. നഷ്ടപ്പെട്ടു പോകുന്നത്, താണു പോയിക്കൊണ്ടിരിക്കുന്നത് നാശകരമായ കുഴിയിലേക്കാണ്. ഒരു മടങ്ങി വരവ് ആവശ്യമില്ലേ? എവിടെയാ മടങ്ങി വരവിനുള്ള സ്ഥലം? പ്രിയമുള്ളവരെ, നമ്മളെ തേടി ഒരു വ്യക്തി കടന്നു വന്നു. അതാ നമ്മൾ വായിച്ചത്, 40 സങ്കീർത്തനം വായിച്ചത് അങ്ങനെയാ. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരുന്നു, അവൻ എങ്കലേക്ക് തിരിഞ്ഞ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാ. സ്വർഗമഹിമ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതിന്റെ ഉദ്ദേശം എന്റെ നിലവിളി കേട്ടതുകൊണ്ടാ. ഞാൻ നാശകരമായ കുഴിയിൽ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്റെ നിലവിളി കേട്ട് ഈ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കൈ പിടിച്ച് ഉയർത്തി. എവിടെയാ നിർത്തിയിരിക്കുന്നത്? അടുത്ത വാക്യം അതാ വായിച്ചത്. അവൻ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അടുത്ത വായിച്ച എന്തായിരുന്നു? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. പ്രിയമുള്ളവരെ, ജീവിതയാത്രയാ. നമ്മൾ ഓരോരുത്തരും യാത്രയില്ല. ചേറ്റിൽ കിടന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരു പക്ഷേ ഈ ചേറിന്റെ അവസ്ഥ നമുക്ക് പലർക്കും അറിയാം. കണ്ടവും കൃഷിയും ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാം. വയലിലൊക്കെ അധ്വാനിക്കുന്ന വ്യക്തികൾക്ക് അറിയാം. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുമ്പോട്ട് കാലെടുത്ത് വെക്കാൻ ഈ ചേറ്റിൽ സാധിക്കുന്നില്ല. പക്ഷെ പാറയാണെങ്കിലോ നമ്മുടെ യാത്ര സുഗമമായിരിക്കും. ഇവിടെ ഈ ദൈവദാസൻ പറയുകയാ, കുഴിയിൽ കടന്ന ഞാന് ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ കൊണ്ട്, സ്വർഗത്തിലെ ദൈവം താണിറങ്ങി വന്നതുകൊണ്ട് ഞാൻ ആ കുഴിയിൽ നിന്ന് കയറിയിട്ട് ഇപ്പൊ ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഉറപ്പുള്ള പാറയില്ല. ഈ ഉറപ്പുള്ള പാറയിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എത്രയോ ജീവിതങ്ങൾ നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിരാശയുടെ അടിത്തട്ടിൽ നിബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഭാഗ്യമല്ലേ ഈ പാറയെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്നുള്ളത്? ഭാഗ്യമല്ലേ ഈ കർത്താവിൽ ആശ്രയിക്കുവാൻ സാധിച്ചു എന്നുള്ളത്? ഭാഗ്യമല്ലേ ഈ ഉറപ്പുള്ള പാറയിലൂടെ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത്? ഇവിടെ വായിച്ച മറ്റൊരു വാക്യം എന്താണെന്ന് നോക്കിക്കേ. കുഴിയിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരയുക. എന്നാൽ ഇവിടെയോ, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം, എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. മകനെ, മകളെ, കരഞ്ഞുകൊണ്ട് തീർക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇനി നീ ഈ കുഴിയിൽ കിടന്ന് കരയുകയല്ല. ഇനി നിന്റെ ജീവിതം നിരാശയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പോവുകയല്ല. നീ ഈ പാറയിലാ നിൽക്കുന്നതെങ്കിൽ ഇനി നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നീ ഈ പാറയിലാ നിൽക്കുന്നതെങ്കിൽ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സന്തോഷത്തിന്റെ പാട്ടുപാടി, ആനന്ദത്തിന്റെ പാട്ടുപാടി, സിയോൻ യാത്രയുടെ പാട്ടുപാടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പാറയിൽ ആശ്രയിക്കുന്നവരെ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു പേരുണ്ട്. ഒരു വേദഭാഗം വായിക്കാം. സദർശവാക്യം 30-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഒരു കൊച്ചു ജീവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദാഹരണമായിട്ട് ഈ പാറയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. സദർശവാക്യം 30-ാം അധ്യായം 24-ാം വാക്യം. എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവനായിട്ട് നാലുണ്ട്. കുറുമ്പ് ബലഹീന ജാതിയെങ്കിലും. 26-ാം വാക്യം ഒന്ന് വായിക്കാവോ സഹോദരിയും? കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. മതി. ഭൂമിയില് ഏറ്റവും ബലഹീനമെങ്കിലും, എവിടെ എഴുതിയിരിക്കണം അങ്ങനെയല്ലേ? ഭൂമിയില് എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട്. അതിലൊരു ടീമിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ വായിച്ചത് ഏതാണ്? കുഴിമുയൽ. കണ്ടിട്ടുണ്ടോ കുഴിമുയലിനെ? മുയലിനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, മുയലിനെ ഒക്കെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ മുയല് പോലെയല്ല, അതിനേക്കാൾ ബലഹീനമായ ഒരു ജീവിയാ ഈ പറയുന്ന കുഴിമുയല്. വലിയ ആരോഗ്യമില്ല, ഓടുവാൻ കഴിവൊന്നുമില്ല. പക്ഷേ ഈ ജീവിയെ
വിശുദ്ധ വേദപുസ്തകം ഏത് കൂട്ടത്തിലാണെന്നറിയാവോ എഴുതിയിരിക്കുന്നത്? ജ്ഞാനമുള്ളവയെന്നല്ല എഴുതിയിരിക്കുന്നത്, അത്യന്തം ജ്ഞാനമുള്ള. എന്തുകൊണ്ടാണ് കുഴിമുയലെ, അല്ലയോ കുഴിമുയലെ, നിനക്ക് ഓടുവാൻ കഴിവില്ല, നീ ശരീരം കൊണ്ട് വലിയവനല്ല, നിനക്ക് വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല, എങ്കിലും എന്തുകൊണ്ട് നിന്നെ ജ്ഞാനമുള്ളതെന്ന് എഴുതിയിരിക്കുന്നു ചോദിച്ചാൽ ഉത്തരമുണ്ട്. ഈ കുഴിമുയലിന് കഴിവില്ലാത്ത കുഴിമുയലാണെങ്കിലും, ഈ കുഴിമുയൽ ശക്തിയില്ലാത്ത കുഴിമുയലാണെങ്കിലും, ശത്രുവിന്റെ മുമ്പിൽ ഓടുവാൻ കെൽപ്പില്ലാത്ത കുഴിമുയലാണെങ്കിലും, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വെല്ലുവിളി വരുമ്പോൾ കുഴിമുയലിനറിയാം ഞാൻ എവിടെ പോയി അഭയം പ്രാപിക്കണമെന്നുള്ളത്. എൻ്റെ പ്രിയമുള്ളവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് അനേക വ്യക്തികൾ സമൂഹത്തിന്റെ മധ്യത്തിൽ, ലോകത്തിന്റെ മുമ്പിൽ അവൻ മിടുക്കനാണെന്ന് നമ്മൾ എഴുതി പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിലെ വാർത്തകളിൽ നമ്മൾ അവൻ കാണുന്നു, അവൻ സ്വന്തം ജീവൻ ഇനിയും മുമ്പോട്ട് നയിക്കുവാൻ കെൽപ്പില്ലാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു എന്ന് പറയുന്നു. എന്തേ കാരണം? സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ, സ്വന്തം പണത്തിൽ ആശ്രയിക്കുമ്പോൾ, സ്വന്തം പ്രശസ്തിയിൽ ആശ്രയിക്കുമ്പോൾ മനുഷ്യൻ നിരാശയുടെ മടിത്തട്ടിലേക്ക് നൂഴ്ന്നു പോകുന്നുവെങ്കിൽ, ഇവിടെ ഇതാ മനുഷ്യന് മാതൃകയായിട്ട് ഒരു കൊച്ചു ജീവിയെ വിശുദ്ധ വേദപുസ്തകം കാണിച്ചു തരികയാ. ആ പുസ്തകം പറയുക, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയാണെങ്കിലും അതിനറിയാം അതിന് അഭയസ്ഥാനമായിട്ടൊരു പാറ ഉണ്ടെന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, ദൈവമായ യഹോവയിൽ ശാശ്വതമായൊരു പാറയുണ്ടെന്ന് മനസ്സിലാക്കി ആ പാറയിൽ അഭയം തേടുന്നവനാണ് ഭൂമിയിൽ ആര്? ജ്ഞാനമുള്ള വ്യക്തികൾ. ബൈബിൾ വേറൊരു ഭാഗത്തും ജ്ഞാനികളെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഞാൻ ആ വേദഭാഗം പറയുന്നേ ഉള്ളൂ, നിങ്ങളത് വായിക്കണ്ട. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങളിൽ 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആരാന്നറിയാമോ? ഒന്ന് പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിതവൻ, മറ്റവനോ മണലിന്മേൽ വീട് പണിതവൻ. അല്ലയോ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകം കർത്താവ് ആ ഉദാഹരണം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാ, ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ ലോകം മണലിൽ വീട് പണിതവനെ ആയിരിക്കും ആദ്യമൊക്കെ മിടുക്കനെന്ന് പറയുന്നത്. കാരണം എന്താ? ചെലവ് കുറവ്. എത്ര പെട്ടെന്നാ ഇവന്റെ വീട് വേഗത്തിൽ ഉയർന്നു വന്നത്, അല്ലേ? 2 പേര് ഒരുമിച്ച് വീട് പണിയാനായിട്ട് തുടങ്ങിയതാ. ഒരുത്തന്റെ വീട് ഇപ്പം മുഴുവൻ നല്ല രീതിയിൽ പണിത് ഫർണിഷിങ് ചെയ്തപ്പോഴും മറ്റവൻ ഇവിടെ ഇപ്പം പില്ലർ ലെവലിലോ ഒക്കെ ആയിട്ടേ ഉള്ളൂ. സമൂഹം അവനെ നോക്കിയിട്ട് പറയും, മറ്റവനെ കണ്ടോ ഒരുത്തൻ, അവൻ എത്ര പെട്ടെന്നാ ചെലവ് കുറച്ച് മിടുക്കനായിട്ട് ഈ വീട് പണിതു. പ്രിയമുള്ളവരെ, കുടുംബങ്ങളെ പണിയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം 127-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? തന്റെ കുടുംബം പണിയുമ്പോൾ ഭൗതികമായിട്ട് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കുന്ന കുടുംബമല്ല, ജീവനുള്ള മനുഷ്യരെ കൊണ്ടുണ്ടാക്കുന്ന, നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന കുടുംബം പണിയുമ്പോൾ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ആ കുടുംബത്തിന്റെ അടിസ്ഥാനം എവിടെയിടും? യഹോവയായ ദൈവമായ പാറയിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളുടെ അടിസ്ഥാനം ജീവനുള്ള ദൈവത്തിലാണെങ്കിൽ, സകലത്തിന്റെയും ഉടയവനായ സാക്ഷാൽ ക്രിസ്തുവാകുന്ന പാറയിലാണെങ്കിൽ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോഴാ കുടുംബത്തിന്റെ കെട്ടുറപ്പും ഐക്യവും നിലവാരവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവസ്നേഹമുള്ള ഒരു കുടുംബമാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്റെ അടിസ്ഥാനം ഉറപ്പിച്ച് വീട് പണിതവനാണെങ്കിൽ, മനുഷ്യൻ ഒരു പക്ഷേ ആദ്യമൊന്നും ബുദ്ധിമാനെന്ന് വിളിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് പറയും, ഇവൻ ബുദ്ധിയുള്ളവനാ, ഇവൻ പണിതിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ക്രിസ്തുവാകുന്ന പാറമേല ഇവന്റെ വീട് പണിതിരിക്കുന്നത്. ഈ വീടിന്റെ സംരക്ഷണ ചുമതല ആർക്കാം? ക്രിസ്തുവാകുന്ന പാറമേൽ
വീട് പണിതാൽ ആ വീട് പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം പാറയായിട്ടുള്ള ക്രിസ്തുവിനാ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സമയം വേഗത്തിൽ കടന്നു പോവുകയാണല്ലോ. നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ആശ്രയം ഈ ക്രിസ്തുവാകുന്ന പാറമേലാകട്ടെ. ക്രിസ്തുവാകുന്ന പാറയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യം മാത്രം ഒന്ന് പറയുക. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നൊരു വാക്കുണ്ട്. ആവർത്തന പുസ്തകം 32-4 വായിക്കുന്നത്, ഞാൻ എടുക്കണ്ട, നിങ്ങൾ ആരും എടുക്കണ്ട, ഇതിങ്ങനെയാണ്: യഹോവ പാറയ. ആവർത്തന പുസ്തകം 32-15 വായിക്കുന്നുണ്ട്, നിന്റെ രക്ഷയുടെ പാറയാണ് വലിയവനായ യഹോവ. ആവർത്തന പുസ്തകം 32-18 ഇങ്ങനെ വായിക്കുന്നു, നിന്നെ ജനിപ്പിച്ച പാറയാണ് യഹോവയായ ദൈവം. ആ വാക്കുകൂടി ഞാനൊന്ന് പറയട്ടെ. ദൈവത്തെ പാറയെന്ന് വിളിക്കുമ്പോൾ, ദൈവമാവുന്ന ഈ പാറയിൽ അഭയം പ്രാപിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിനെ മറ്റൊരു സ്ഥാനത്ത് കൂടി കാണുകയാ. ആരായിട്ടാ കാണുന്നേ? ജനിപ്പിച്ച പാറ. അപ്പനായിട്ട് കൂടി ദൈവത്തെ നമ്മള് ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ഞങ്ങൾ സുവിശേഷം അറിയിക്കാനായിട്ട് അനേക സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ദൈവദാസന്മാർ വന്നാൽ, ദൈവകൃപയുള്ള വ്യക്തികള്, കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങളെ നോക്കിയിട്ട് പറയും, സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, അതെന്തിനാ ഞങ്ങൾ പ്രാർത്ഥിക്കണം? തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സന്തോഷമുള്ള കാര്യമാ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരും തീർച്ചയായും ഞങ്ങൾക്കറിയാം സ്വർഗത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദര സഹോദരി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഒരു മുഖപക്ഷവും കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. പക്ഷെ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. വിളിക്കുന്ന പേരെന്തായിരിക്കണം എന്നറിയാം ആ ദൈവത്തെ? ദൈവജനം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പറഞ്ഞ വാക്കിതാ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. പലരോടും ചോദിക്കും ഞങ്ങൾ ഈ വാക്ക്, കാരണം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അറിയേണ്ട കാര്യം നമ്മളങ്ങ് അറിയുക. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുന്നത്. ഏത് വണ്ണം പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാകണം. എന്താ ബന്ധം? പലരോടും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ദൈവം നിങ്ങളോട് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ വേദ പുസ്തകം നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു വിളിക്കാൻ, ദൈവത്തെ വിളിക്കാൻ, അധികാരത്തോടെ വിളിക്കാൻ, അവകാശത്തോടെ വിളിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിളിപ്പേരുണ്ട്. അത് എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ അപ്പ എന്ന് വിളിച്ച്. എത്ര അതിശയമാണെന്ന് നോക്കിക്കുക ആ പദത്തിന്റെ ആ ബന്ധം. വെറുതെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരു അന്യ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നത് പോലെയല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് അധികാരം തരിക, ദൈവം നമുക്ക് അർഹത തരിക. മകനെ, മകളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആരായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ നിന്റെ അപ്പനായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ അപ്പനോട് പ്രാർത്ഥിക്കാൻ ഈ നാളിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, നിങ്ങള് വിശ്വാസം എന്തുമാകട്ടെ, നിങ്ങൾ ആശ്രയിക്കുന്നത് എവിടെയുമാകട്ടെ, ഹൃദയം നിറഞ്ഞ് ഞാൻ ചോദിക്കുക, പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടൊരു ബന്ധം വേണം. ദൈവത്തെ പിതാവേ എന്ന അധികാരത്തോടെ വിളിച്ച് അപ്പനോട് മക്കൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതാ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യം. എപ്പോഴാ അപ്പനായിട്ട് വിളിക്കാൻ പറ്റുക? വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ അതിനായിട്ട് വായിക്കുകയാണ്. ഞാൻ വേഗത്തിൽ പറയുന്നതേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താ എഴുതിയിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. നിന്റെ ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ നീ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? നീ ദൈവത്തെ നിന്റെ ഉള്ളിലേക്ക് കൈക്കൊള്ളണം. ഹൃദയം തുറന്നിട്ട്, കർത്താവേ
അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വ്യക്തിയാണ് ദൈവം. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ വ്യക്തി പിന്നീട് നമ്മളോട് പറയും, മകനെ ഇന്നു മുതൽ നീ എന്റേതാ, നീ എന്റെ സ്വന്തമാ, മകനെ നീ എൻ പ്രാണൻ വില എന്ന് നമ്മൾ പാട്ട് പാടാറുണ്ട്. ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ കിട്ടുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. വലിയ സമ്പത്തൊന്നും ഈ ഭൂമിയിൽ വെച്ച് നേടാൻ പറ്റിയില്ലെങ്കിലും, വലിയ ശ്രേഷ്ഠതയൊന്നും നമുക്ക് ഈ ലോകത്ത് വെച്ച് നേടാൻ പറ്റിയില്ലെങ്കിലും, പണം നേടിയില്ലെങ്കിലും, പ്രതാപം നേടിയില്ലെങ്കിലും, ഒന്നും നേടിയില്ലെങ്കിലും, എനിക്ക് സ്വർഗത്തിലെ ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടിയാൽ അതിൽ പരം ഭാഗ്യമൊന്നും ഈ ഭൂമുഖത്ത് വെച്ച് നമുക്ക് കിട്ടാൻ ഇല്ല. എന്റെ വാക്കുകള് ദീർഘിച്ചു പോവുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാന് ദൈവത്തിന്റെ വിളിക്കേണ്ട ഒരു പാറ, അത് ഏതാണ്? നമ്മുടെ ആശ്രയമാകുന്ന പാറ. രണ്ടാമത്തെ പാറ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:4 വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുന്ന നൂറ്റാൻ പാറ ദേശനിവാസികൾക്ക്, നൂറ്റാൻ പാറയിലെ പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ പറ്റിയ ഒരു പാറയുണ്ടെങ്കിൽ ആ പാറ ക്രിസ്തുവാ. നിങ്ങൾക്ക് അനുഗമിക്കാൻ പറ്റുന്ന പാറയുണ്ടെങ്കിൽ ആ പാറയും ആര് തന്നെയാണ്? കർത്താവായ യേശു ക്രിസ്തുവാ. കർത്താവായ യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ വെച്ച്, ആ കാലഘട്ടം നമുക്കറിയാം, ഇന്നത്തെ പോലെ IT ജോലിയോ ഒന്നുമല്ല ഉള്ളത്. കൂടുതൽ ആളുകളും ചെയ്യുന്ന ജോലി എന്തായിരുന്നു അറിയാമോ? ആട്ടിടയന്മാരായിരുന്നു. അപ്പോൾ ആ ആട്ടിടയ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് തന്നെ വിളിച്ച ഒരു വിളിപ്പേരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ വിളിക്കുന്ന ഒരു പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ കർത്താവ് വിളിച്ച പേര്? ഞാൻ വേദവാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, നമ്മുടെ മുമ്പിലുള്ള സമയം പരിമിതമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ കാര്യം ഒന്ന് മനസ്സിലാക്കുവാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നല്ല ഇടയനാകും. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൂടി നമുക്ക് നോക്കിയാൽ അനേക നേതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു നേതാവിന്റെയും ഗുണം പറയുവാനോ ഒരു പ്രസ്ഥാനത്തിന്റെയും ദോഷം പറയുവാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. ഏത് മേഖലയിലും അനേക നേതാക്കന്മാരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആ സമൂഹത്തിലെ ഇടയന്മാരെ 3 കർത്താവ് തരംതിരിക്കുക. ആ സമൂഹത്തെ ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഒരു പറ്റം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ ആടുകളെ നോക്കിക്കൊണ്ട് കർത്താവ് 3 ഇടയന്മാരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്നറിയാമോ? നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ ആ വേദഭാഗം എടുക്കാതെ തന്നെ പറയുകയാണ്. ഒരു കൂട്ടം ഇടയന്മാരെ കുറിച്ച് പറയുന്ന വാക്കിതാണ്: ആട്ടിൻ തൊഴുത്തിന്റെ വാതിലിലൂടെ അല്ലാതെ വേറെ വഴിയായിട്ട് വരുന്ന ഇടയൻ. അദ്ദേഹത്തെ മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. എന്താ? കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഒരു പക്ഷേ ഈ ആട്ടിൻകൂട്ടത്തെ നോക്കുമ്പോൾ കള്ളനാകുന്ന ഒരു ഇടയൻ, കവർച്ചക്കാരനായിട്ടുള്ള ഇടയൻ, ആ ഇടയന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് അറിയാമോ? കാണുന്നുണ്ട്, നല്ല മുഴുത്തു മുറ്റിയ ചില ആടുകളെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഇവരെ എനിക്ക് എന്ത് ചെയ്യണം? ഭക്ഷണമാക്കണം. ഈ കള്ളനെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അറുക്കാനും മുടിക്കാനും അല്ലാതെ ഈ കള്ളൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു ആട്ടിൻകൂട്ടത്തെ കാണുമ്പോൾ ആ ആട്ടിൻകൂട്ടത്തെ കള്ളന്റെ കയ്യിലാണെങ്കിൽ കിട്ടുന്നതെങ്കിൽ 100 ആട് കാലക്രമേണ എത്ര ആടായിട്ട് മാറും? 50, 20, 10 ഒക്കെ ആയിട്ട് മാറും. ഒരു പക്ഷേ ഇടയന്റെ പള്ള വീർക്കും, ഇടയന്റെ സ്വത്ത് വീർക്കും, ഇടയൻ സമ്പന്നനാകും. പക്ഷെ ആട്ടിൻകൂട്ടം ദരിദ്രമായിക്കൊണ്ടിരിക്കും. കാരണം ആ ഇടയന്റെ ചിന്ത ആട് നന്നാകണം എന്നുള്ളതല്ല, പിന്നെ എന്താ?
ഞാൻ നന്നാകണം. ഇനി വേറൊരു ഇടയനുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. അപ്പം കള്ളന്റെ ചിന്ത, അവൻ ഒരു ബന്ധവുമില്ല ആടുവുമായിട്ട്, എങ്ങനെയും ആട്ടിൻകൂട്ടത്തെ തകർത്ത് സ്വന്തം കീശ വീർപ്പിക്കാൻ വരുമ്പോൾ കൂലിക്ക് ജോലി ചെയ്യുന്ന ചില കൂലിക്കാരുണ്ട്. അവരെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വേദഭാഗം ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാഗമാ. ആ കൂലിക്ക് ജോലി ചെയ്യുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ ആടിനെ നോക്കും, സമയത്ത് പുല്ല് കൊടുക്കും, സമയത്ത് മേച്ചിലൊക്കെ കൊണ്ടുപോകും. പണി കാര്യം കുഴപ്പമൊന്നുമില്ല, കാരണം എന്തിനു വേണ്ടിയാ? കാശ് കിട്ടണം, കൂലി കിട്ടണം. പക്ഷേ ഈ ഇടയൻ അവന്റെ തനി സ്വഭാവം എപ്പോഴാണെന്നറിയാമോ വെളിപ്പെടുത്തുന്നത്? എപ്പോഴാണോ ചെന്നായ ഈ ആടുകളുടെ മുമ്പിലേക്ക് വരുന്നത്, ഈ ആടുകളെ പിടിച്ചടക്കുവാനായിട്ട് ചെന്നായ ഇതിന്റെ അടുക്കിലേക്ക് അടുക്കുമ്പോൾ ഈ കൂലിക്കാരൻ തന്റെ തനി സ്വഭാവം കാണിച്ച് ഈ ആടുകളെയും വിട്ടിട്ട് ഓടിപ്പോവും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക. അനേക വ്യക്തികളെ ഈ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കൂട്ടുകാരെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നമുക്ക് ഏറ്റവും അടുത്ത വ്യക്തികളെന്ന് ചിന്തിക്കുന്നവർ, നമ്മളെ അടുത്തറിയുന്ന വ്യക്തികൾ, നമ്മുടെ പ്രാണസ്നേഹിതർ എന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളും അവരുടെ തനി സ്വഭാവം എപ്പോഴാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? ജീവിതത്തിൽ നമുക്കൊരു വെല്ലുവിളികൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടതയിലൂടെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം നല്ല കൂട്ടുകാരന്മാരാരാ, അല്ലാത്ത കൂട്ടുകാരന്മാരാരാണെന്നുള്ളത്. ഇവിടെ ഇടയനെ കുറിച്ചാ പറയുന്നത്. അതും വാസ്തവമാണ്. നമുക്ക് കഴിവുള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ശ്രേഷ്ഠതയുള്ളപ്പോൾ നമ്മളെ ആവശ്യമുള്ള നല്ല നേതാക്കന്മാരുണ്ട്. എല്ലാവർക്കും നമ്മളെ വേണം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഈ കൂലിക്കാരായിട്ടുള്ള വ്യക്തികളെ കിട്ടുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ മൂന്നാമത്തെ ഇടയൻ, ആ ഇടയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവിനെ തന്നെ താൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാ, ഞാന് നല്ല ഇടയനാ. എന്താ നല്ല ഇടയന്റെ പ്രത്യേകത? നല്ല ഇടയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല ഇടയൻ ആടുകളുടെ നാശമല്ല ആഗ്രഹിക്കുന്നത്. ആടുകളുടെ പ്രതിസന്ധിയിൽ, ആടുകളുടെ വേദനയിൽ അവരെ വിട്ട് ഓടിപ്പോകുന്ന വ്യക്തിയല്ല നല്ല ഇടയൻ. പകരം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനും കൊടുക്കുന്ന ഇടയനാ നല്ല ഇടയൻ. 3 വ്യക്തി ജീവിതങ്ങളെ, 3 ഇടയന്മാരെ സമൂഹം അനുഗമിക്കുന്ന 3 ഇടയന്മാരെ ഞാൻ പറയുകയായിരുന്നു. കള്ളനായിട്ടുള്ള ഇടയൻ, അവൻ ആടുകളുടെ ക്ഷേമമല്ല അന്വേഷിക്കുന്നത്, തന്റെ നന്മയ്ക്ക് വേണ്ടി ആടുകളെ ഉപയോഗിക്കുമ്പോൾ, കൂലിക്കാരനായ ഇടയൻ ഒരു പക്ഷേ ആടുകളെ അവൻ നോക്കുമായിരിക്കും. പക്ഷേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, വേദനയുടെ ഘട്ടത്തിൽ, നീ രോഗിയാകുമ്പോൾ, നീ ദുഃഖിതനാകുമ്പോൾ, നീ കടക്കാരനാകുമ്പോൾ നിന്നെ വിട്ട് ഓടിപ്പോകുന്ന ഇടയന്മാരെയും നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നിനക്ക് അനുഗമിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠനായ ഇടയൻ, നിനക്ക് ധൈര്യമായി പിൻപറ്റുവാൻ കഴിയുന്ന ഒരു ഇടയൻ, അത് ഈ നല്ല ഇടയനാ. എന്തുകൊണ്ടാണ് യേശു നല്ല ഇടയനാണ് താൻ എന്ന് പറഞ്ഞത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. തീർന്നില്ല, ഈ ഇടയൻ ഓരോ ആടുകളെയും അറിയുന്ന ഇടയനാ. ഈ ഇടയൻ ആ ആടുകളുടെ ശബ്ദം അറിയുന്ന ഇടയനാണ്. ആടുകളും ഈ ഇടയന്റെ ശബ്ദം അറിയാം. അതാ വിശുദ്ധ വചനം പറയുന്നത്, എനിക്കുള്ള ആടുകളെ ഞാൻ അറിയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെയും വിളിച്ച് മേച്ചിൽപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇടയന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ: എൻ്റെ ആടുകൾക്ക് നന്മയുണ്ടാകണം, എൻ്റെ ആടുകൾക്ക് ശ്രേഷ്ഠമായ ഭാവി ഉണ്ടാകണം, എൻ്റെ ആടുകൾ പുഷ്ടിയുള്ളതായി തീരണം. തൻ്റെ ആടുകളുടെ നന്മ ആഗ്രഹിക്കുന്ന ഇടയൻ നല്ല ഇടയനാ. 186 ദേശനിവാസികളെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഇടയൻ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ, നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന പാറ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ, നിങ്ങൾക്ക് അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ഇടയൻ, നിങ്ങൾക്ക് അനുഗമിക്കുവാൻ കൊള്ളാവുന്ന പാറയും മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ നല്ല ഇടയനെ കുറിച്ച്
മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നല്ല ഇടയൻ ആടുകളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നറിയാമോ? വേദപുസ്തകത്തിൽ പറയുന്നത് കുഞ്ഞാടുകളെ തോളിലെടുത്ത് നടത്തും, തള്ളയാടുകളെ പതുക്കെ നടത്തും. ശ്രേഷ്ഠനായ ഈ നല്ല ഇടയൻ ഓരോ ആടുകളുടെയും കഷ്ടതയും വേദനയും അറിയുന്ന ഇടയനാ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കഷ്ടങ്ങളിൽ യഹോവൻ സങ്കേതവും കോട്ടയുമാകും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമുക്ക് അനുഗമിക്കുവാൻ, ഈ ഇടയനെ, ഈ പാറയെ അനുഗമിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം നമ്മുടെ നന്മയുടെ അവസ്ഥയിൽ മാത്രമല്ല, നമ്മുടെ സുഖത്തിന്റെ അവസ്ഥയിൽ മാത്രമല്ല, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു നാഥനുണ്ടെങ്കിൽ, ഒരു ഇടയനുണ്ടെങ്കിൽ, ഒരു പാറയുണ്ടെങ്കിൽ, അത് അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ക്രിസ്തുവാകുന്ന പാറയാ. വേദപുസ്തകത്തിലെ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: ഈ ആടിന്, ഈ ഇടയന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒരാട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ആട് പോയിക്കോട്ടെ, ഇനി എനിക്കതിനെ വേണ്ട എന്ന് പറയുന്ന ഇടയനല്ല ഈ നല്ല ഇടയൻ. 100-ൽ 1 നഷ്ടപ്പെട്ടതെങ്കിലും ആ ഒന്നിനും മൂല്യം കൽപ്പിച്ച്, ആ ഒന്നും എവിടെയാണെങ്കിലും അതിനെ തേടിയെത്തി, അതിനെ തേടിയെടുത്ത് ചുമലിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇടയനാ ഈ നല്ല ഇടയൻ. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷവുമായി ഞങ്ങൾ അനേക ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു കാരണം എന്താണ് എന്ന് വെച്ചാൽ, എന്റെ കർത്താവിന്റെ മനസ്സ് നല്ല ഇടയന്റെ മനസ്സാ. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന മനസ്സുള്ള ഇടയനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ഒരുപക്ഷെ ഓരോ ഭവനങ്ങളിലും ഞങ്ങൾ ചെല്ലുന്നത് ഈ ഇടയന്റെ ആ ആർദ്രതയോടുകൂടെയാണ്. സമൂഹം കാണാതെ പോയ ചില ജീവിതങ്ങൾ ഉണ്ടാകാം. നീ രോഗിയായപ്പോൾ, നീ വൃദ്ധനായപ്പോൾ, നീ നിസ്സഹായനായപ്പോൾ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ലോകം നിന്നെ കാണാതിരിക്കുമ്പോൾ നിന്നെ കാണുന്ന ഒരു നല്ല ഇടയനുണ്ട്. ആ ഇടയൻ നിന്നെ തേടിയെത്തും. പലപ്പോഴും സുവിശേഷത്തിന്റെ സന്ദേശവുമായി അനേക ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമൂഹത്തിന് വേണ്ടാത്ത, സമൂഹം തള്ളിക്കളഞ്ഞ അനേക വ്യക്തി ജീവിതങ്ങളെ ആ വീടുകളിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകം കാണാതെ പോയ വ്യക്തികളെയും, ഈ ലോകം വേണ്ട എന്ന് പറയുന്ന വ്യക്തികളെയും, ഈ ലോകത്തിന്റെ മുമ്പിൽ യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാത്തവരെയും അവരിൽ നന്മ കണ്ട് അവരെ തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം മക്കളാക്കി തീർക്കുവാൻ, കരയുണ്ടായെന്ന് പറഞ്ഞ് അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അവരുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും ചൊരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടയനുണ്ടെങ്കിൽ ആ ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന നല്ല ഇടയൻ. 156 ദേശനിവാസികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഇടയൻ, നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന പാറ കർത്താവായ യേശുവ. നിങ്ങൾക്ക് അനുഗമിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠനായ പാറ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന കർത്താവായ യേശു എന്ന പാറ. കർത്താവായ യേശു എന്ന ഈ ഇടയനെ അനുഗമിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ ഇടയനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്ന ഇടയൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്ന ഇടയൻ, എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഇടയൻ. ഈ ഇടയന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാനായിട്ട് ഇടയന്റെ ആടുകൾക്ക് സാധിക്കും. ശ്രേഷ്ഠമായ പുൽപ്പുറങ്ങളിലൂടെ നടത്തുന്ന ഒരു ഇടയനുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിനക്ക് അനുഗമിക്കുവാൻ ഒരു ഇടയൻ, നിനക്ക് അനുഗമിക്കുവാൻ ഒരു പാറ. ആ പാറയാണ് അവരെ അനുഗമിച്ച ആത്മിക പാറ. ആ പാറ ക്രിസ്തു ആകുന്ന പാറ. 3-ാമത്തെ പാറയും കൂടി ഞാൻ വേഗത്തിൽ ഒന്ന് പറയട്ടെ. സങ്കീർത്തനം 95-ന്റെ 1-ാം വാക്യം പ്രകാരമാണ് വായിക്കുന്നത്: വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ആദ്യത്തെ പാറ നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു പാറ, ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന പാറയാകുന്ന ക്രിസ്തു. 2-ാമത്തെ പാറ നമുക്ക് അനുഗമിക്കുവാൻ കൊള്ളാവുന്ന പാറ, ആ പാറയും നമ്മുടെ കർത്താവ്. 3-ാമത്തെ പാറ, ഇവിടെ നമ്മൾ വായിച്ച പാറ
ആ പാറയുടെ പ്രത്യേകത എന്താ? പാറയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രക്ഷയുടെ പാറ. എന്നാൽ ഈ രക്ഷയുടെ പാറയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവിടെ എഴുതിയിരിക്കുകയാണ്, രക്ഷയുടെ പാറയ്ക്ക് നമ്മൾ ആർപ്പിടണം. ഞാന് മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ പറയട്ടെ. ആർപ്പിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചാണ്, ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകൾ അനുഭവിക്കുമ്പോൾ കേവലം അനുഭവിച്ച് നന്ദിയില്ലാത്തവരായി തീരുക എന്നുള്ളതല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം എന്തൊക്കെ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ദൈവം നമ്മളെ നടത്തുന്ന വഴികളൊന്ന് തിരിഞ്ഞു നോക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നടത്തിയ വഴികളൊന്ന് നോക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ, ദൈവം പുലർത്തിയ വഴികൾ, അതൊക്കെ ഒന്ന് ഓർക്കണം. ദൈവം നമ്മളെ രക്ഷിച്ച വിധങ്ങൾ. കർത്താവായ യേശുവിനെ എന്തുകൊണ്ടാണ് രക്ഷയുടെ പാറ എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2000 വർഷം മുമ്പ് സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കിടന്നു വന്ന യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് തന്റെ 33 തിരുവയസ്സിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ, അതെ, പാപത്തിന്റെ ശിക്ഷ വഹിക്കുന്നതിലൂടെയാണ് ക്രിസ്തു നമ്മുടെ രക്ഷകനായിട്ട് തീരുന്നത്. എനിക്ക് വഹിക്കുവാൻ പ്രയാസമായിരുന്ന ശിക്ഷ, നിത്യനരകമെന്ന ശിക്ഷ, നരകാഗ്നി എന്ന ശിക്ഷ, അതിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ക്രിസ്തുവിനെ വിളിക്കുന്ന പേരാ രക്ഷയുടെ പാറ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ രക്ഷയുടെ പാറയ്ക്ക് സന്തോഷത്തോടെ വരും നാം ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, ഉല്ലാസത്തിന്റെ ഘോഷത്തോടെ, സന്തോഷത്തോടെ. എന്റെ കർത്താവേ, അങ്ങനെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ദൈവമകനാക്കി തീർത്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം നാശകരമായ കുഴിയിലായിരുന്നു. നമ്മൾ ആദ്യം വായിച്ചു 40-ാം സങ്കീർത്തനം. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റി താണുപോയിക്കൊണ്ടിരുന്ന നമ്മളെ അതിൽ നിന്ന് കരം പിടിച്ചുയർത്തിയതോടുകൂടി നമ്മളെ രക്ഷിച്ച് ഉറപ്പുള്ള ഒരു പാറയിൽ നിർത്തിയെങ്കിൽ ആ പാറയെ നോക്കി സങ്കീർത്തനക്കാരൻ വിളിക്കുക എന്റെ രക്ഷയുടെ പാറ. എന്ത് ചെയ്യണം? ഈ രക്ഷയുടെ പാറ എന്റെ മുമ്പിൽ വരുമ്പോൾ, ഈ ക്രിസ്തുവാകുന്ന പാറയിലൂടെ പാട്ടും പാടി ഞാൻ നടക്കുമ്പോൾ, ആർപ്പിന്റെ സ്വരം അല്ലെങ്കിൽ സ്തോത്രത്തിന്റെ സ്വരം, നന്ദിയുടെ സ്വരം, സ്തുതിയുടെ സ്വരം, അത് നമ്മുടെ നാവിൽ നിന്ന് ഉയരണം. ആർപ്പിടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് ഞാൻ ഇങ്ങനെ പറയുകയാ, നമ്മൾ ആരാധിക്കണം. നൂറ്റാൻ പാറ ദേശനിവാസികളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാ, നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന പാറ അത് ക്രിസ്തുവാകുന്ന പാറയാ. നമുക്ക് അനുഗമിക്കുവാൻ കൊള്ളാവുന്ന പാറ അത് ക്രിസ്തുവാകുന്ന പാറയാ. നമുക്ക് ആരാധിക്കുവാൻ കൊള്ളാകുന്ന പാറ, നമുക്ക് ആരാധിക്കുവാൻ കൊള്ളാകുന്ന പാറ അതും ക്രിസ്തുവാകുന്ന ഈ പാറയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ദൈവം ചെയ്ത നന്മകളൊന്ന് ഓർത്തു നോക്കണം. നമ്മൾ ദൈവം നടത്തുന്ന വഴികൾ ദൈവമക്കള് ഒന്ന് ഓർത്തു നോക്കണം. നന്ദിയോടെ അല്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കർത്താവ്, ഞാൻ പറഞ്ഞു, നല്ല ഇടയന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പക്ഷെ എന്തു ജീവനാ? തൽക്കാലത്തേക്കുള്ള ഒരു താൽക്കാലിക ജീവനാണോ ഈ കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത്? അല്ലേ അല്ല. നമ്മുടെ കർത്താവ് നൽകുന്ന ജീവൻ നമ്മുടെ താൽക്കാലികമായ രോഗസൗഖ്യമല്ല, താൽക്കാലികമായി ചില നാളുകൾ കൂടുതൽ ജീവിക്കുവാനുള്ളതല്ല. നല്ല ഇടയൻ നൽകുന്ന ജീവനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, എന്ത് ജീവനാ? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ, ദൈവം ഈ നല്ല ഇടയൻ നിനക്ക് നൽകുന്ന ജീവൻ ഈ ഭൂമിയിലെ അല്പകാലത്തെ ജീവിതമല്ല, നിത്യതയുടെ തുറമുഖത്ത്. ഈ ജീവിതത്തില് ഇവിടെ നമ്മുടെ കണ്ണുകൾ തിരുമ്മി അടച്ചാൽ നിത്യതയുടെ തുറമുഖത്ത് നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ
അവിടെയും ഈ നല്ല ഇടയനെ അനുഗമിക്കുവാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാ നിത്യജീവൻ ഈ ഇടയൻ നൽകുന്നത് എന്നുള്ളത്. പിന്നെയും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം മറ്റൊരു നിത്യതയുടെ തുറമുഖത്തുള്ള ഒരു ജീവിതം. അതറിയാവുന്ന അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകും. ഈ നാളുകളിൽ ഇലക്ഷനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആർക്കാണ് ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത്? നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് സാധിക്കും, ഞാൻ ഒരു ഭാരതത്തിന്റെ പൗരനായതുകൊണ്ട് എനിക്ക് എൻ്റെ നാടിന്റെ നേതാക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനപ്പുറം, ഈ ജീവിതത്തിനപ്പുറം നിത്യതയുടെ തുറമുഖത്തും അവിടെയും നമുക്കൊരു പൗരത്വമുണ്ട്. എങ്ങനെ നേടി? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പിതാവായ ദൈവം നൽകുന്ന ആ ഒരു ഭാഗ്യമാണ് നിത്യതയിലെ പൗരത്വം. വിശുദ്ധ വേദ പുസ്തകത്തില് ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം സ്വർഗത്തിലെ നിത്യജീവൻ മനുഷ്യന് ദൈവം നൽകുമ്പോൾ ആ നിത്യജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതിയ ഒരു പുസ്തകം സ്വർഗത്തിലുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ പേര് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുവാകുന്ന നല്ല ഇടയൻ ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവമക്കളായി നമുക്ക് നൽകുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് നൽകുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകുന്നത്, അർത്ഥാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ക്രിസ്തു പ്രദാനം ചെയ്യുന്നത് താൽക്കാലിക ജീവനല്ല, നിത്യജീവൻ. ആട്ടിടയന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരുപക്ഷെ ആടുകളെ നോക്കുന്ന വ്യക്തികളായിരിക്കാം എന്നെ കേൾക്കുന്നവരായ നിങ്ങളിൽ പലരും. എത്ര കാലം നിങ്ങളുടെ വീട്ടിലെ ആടുകൾ നിങ്ങളോടൊപ്പം ജീവിക്കും? ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിന് ആരോഗ്യമുള്ളിടത്തോളം കാലം. ഒരുപക്ഷെ മറ്റൊരു വ്യാപാരി ഈ ആടിനെ തേടി നിങ്ങളുടെ വീട്ടിൽ വരുന്നിടത്തോളം കാലം. എന്നാൽ ക്രിസ്തുവാകുന്ന ഈ നല്ല ഇടയനെ കണ്ടുമുട്ടിയ വ്യക്തി ജീവിതങ്ങൾക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ വെച്ച് മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, ഈ പാറയിൽ ആശ്രയിക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ ഈ പാറയെ അനുഗമിക്കുമ്പോൾ നിത്യതയുടെ തീരത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള പാറയെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. 3 പാറകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു പാറയുടെ 3 വിശേഷണങ്ങൾ: ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന പാറ, അനുഗമിക്കുവാൻ കൊള്ളാകുന്ന പാറ, ആരാധിക്കുവാൻ കൊള്ളാകുന്ന പാറ. ഈ പാറയെ കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയുക, കർത്താവായ യേശുവിനെ, അവരെ അനുഗമിച്ച ആത്മീക പാറയെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്ന ഒരു പേര് അടിക്കപ്പെട്ട പാറ എന്ന് കൂടി അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താ പ്രിയമുള്ളവരെ അടിക്കപ്പെട്ട പാറ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഞാനിങ്ങനെ പറയട്ടെ, ഞാനും നിങ്ങളും കൊള്ളേണ്ട അടി എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊണ്ട ഒരു പാറയാ കർത്താവായ യേശു ക്രിസ്തു. എന്റെ കൈകളിലും നിങ്ങളുടെ കൈകളിലും ഏൽക്കേണ്ടിയിരുന്ന ക്രൂരമായ മുറിവുകൾ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി ഞാൻ ഏൽക്കേണ്ട അടികളും മുറിവുകളും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ചു. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ രൂപത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഇപ്രകാരമാണ്: അവനെ കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നുവെന്നാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വിരൂപനായിരുന്നില്ല കേട്ടോ. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ അതിസുന്ദരനായിരുന്നു നമ്മുടെ കർത്താവ്. ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടപ്പോൾ ആ തലയിൽ മുൾമുടി ചൂടി, മുഖത്ത് തുപ്പലേറ്റു, കവിളുകളിൽ മാറി മാറി അടിക്കപ്പെട്ടു, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ചാട്ടവാറുകൾ കൊണ്ട് ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറിയപ്പോൾ, കൈകളിലും കാലുകളിലും കാരുംപാണികൾ അടിച്ചു തുറക്കപ്പെട്ടപ്പോൾ, ആ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ
ഒരു വികൃത രൂപമായിട്ട് നമ്മുടെ കർത്താവ് കിടക്കുക. അല്പം കൂടി പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ നഗ്നമാക്കപ്പെട്ട ആ ശരീരം കിടക്കുക. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്റെ കർത്താവ് അനുഭവിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി തിരുവചനം പറയുക, അടിക്കപ്പെട്ട പാറ. മനുഷ്യന്റെ താൽക്കാലിക ദാഹത്തിന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ പാറയിലൂടെ അവരെ അനുഗമിച്ച ആത്മിക പാറ അടിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നൊഴുകിയ നീരുറവ് അവരുടെ ഭൗതികമായ ദാഹം തീർത്തെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആത്മികമായ ദാഹം തീർക്കുവാൻ, പാപത്തിന്റെ ആ ഭയാനകതയിൽ നിന്ന് നമ്മളെ വിടുവിക്കുക, നിത്യ നരകത്തിൽ കടന്ന് അവിടെ അയ്യം വിളിക്കേണ്ട നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുക, എനിക്കും നിങ്ങൾക്കും വേണ്ടി അടിക്കപ്പെട്ട പാറയാണ് കർത്താവായ യേശു ക്രിസ്തു. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഈ പാറയുടെ നൂറ്റവൻ പാറ ദേശനിവാസികളോട് മനോഹരമായ ഒരു പാറയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയായി. അനുഗമിക്കുവാൻ കൊള്ളാകുന്ന പാറ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന പാറ, ആരാധിക്കുവാൻ കൊള്ളാകുന്ന പാറ. പ്രിയ സഹോദരൻ പാട്ട് പാടിയപ്പോഴ് ഒരുപക്ഷെ നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചു കാണും. ആ പാട്ട് ഇപ്രകാരമായിരുന്നു: കണ്ടാലും കാൽവറിയിൽ എനിക്കും നിനക്കുമായിട്ട് തൂങ്ങി ആ കാൽവറി മലയിൽ കുരിശിൽ കാണുന്നല്ലാതെ അവൻ എൻ്റെ പേർക്കായി, എൻ പാപങ്ങൾക്കായി. സഹോദര സഹോദരി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുന്നത്. ഈ പാറയിൽ നിങ്ങൾ ആശ്രയിക്കുമോ? നൂറ്റവൻ പാറ ദേശനിവാസികളായി നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാകും. നിത്യതയുടെ തുറമുഖത്തേക്ക് യാത്ര ചെയ്യുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഈ പാറയിൽ, അനുഗമിക്കുവാൻ കൊള്ളാവുന്ന ഈ പാറയിൽ, ആരാധിക്കുവാൻ ഏറ്റവും യോഗ്യനായ ഈ പാറയിൽ ആശ്രയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം